ഹലോ. അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ. വൈകിട്ട് ചായ കുടിക്കുക എന്ന് വെച്ചാൽ അതൊരു ശീലമായി മാറിയിരിക്കുവാണ്. ഇങ്ങനെ ഒരു ഈവനിങ് വാക്കും കൂടി ആകുമ്പോൾ സംഭവം അടിപൊളി. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാച്യുവിൻ്റെ അടുത്തുള്ളൊരു ഫേമസ് ചായക്കടയിലാണ് കേട്ടോ ചായ കുടിക്കാൻ വന്നത്. അവിടുത്തെ ചായക്കാട്ട് എനിക്കേറെ ഇഷ്ടം വടയും നല്ല ചട്നിയും കിട്ടും കേട്ടോ. ആ ചട്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ വൈകിട്ടാകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് 2 വടയും ചട്നിയും അതുപോലെ തന്നെ ബജിയും ചട്നിയാണ് കേട്ടോ മേടിച്ചത്. ചട്നിയും വടയും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഏറെ ഇഷ്ടമുള്ളതും ഞാൻ 5ഉം 6ഉം വടയും ഇവിടെ വന്ന് കഴിക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ചട്നിക്കും വടയ്ക്കും. പക്ഷേ ചായക്ക് ഇഷ്ടം നല്ല ബജിയും ചട്നിയും തന്നെയാണ് കേട്ടോ. നമ്മളങ്ങനെ ഒരു ചായയും ഒരു ബദാം മിൽക്കുമാണ് മേടിച്ചത്. ചായക്ക് 10ഉം ബദാം മിൽക്കിന് 15ഉം ഉള്ളു കേട്ടോ ഇവിടുത്തെ കട. അപ്പം നമ്മൾ ഈ കടയിൽ നിന്ന് വെച്ചാൽ സ്റ്റാച്യുവിൻ്റെ അടുത്തുള്ള ഗണേഷ് കഫേയാണ് കേട്ടോ. അവിടെയുള്ള എല്ലാവർക്കും നല്ല ഫേമസ് ആയൊരു കടയാണിത്. അങ്ങനെ നമ്മൾ തീർന്നു പോയ വട വീണ്ടും ആ ചട്നിയൊക്കെ കൊണ്ട് ഉണ്ടാക്കിച്ച് ചൂടോടെ മേടിച്ചുകൊണ്ട് വരുന്നതായിട്ട് ഈ കാണുന്നത്. കാരണം അത്രയും ടേസ്റ്റുള്ളൊരു ഫുഡാണ് വടയും ചട്നി എന്ന് പറയുന്നത്. അതെത്ര കഴിച്ചാലും എനിക്കും എടുക്കത്തില്ല. ഞാനൊരു 4ഉം 5ഉം വടയൊക്കെ അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെ ചൂട് വട കഴിച്ച ശേഷം നമ്മൾ നേരെ പോയത് സ്റ്റാച്യുവിൻ്റെ അടുത്ത് തന്നെയുള്ള സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ. നമുക്കൊരു കല്യാണം വരുന്നുണ്ട്, അതിനൊരു ചെരുപ്പ് മേടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ണാടിയിൽ വീഡിയോയും ഫോട്ടോ എടുക്കുക അത് നിർബന്ധം തന്നെയാണ് കേട്ടോ. അങ്ങനെ വീഡിയോ ഫോട്ടോ എടുത്ത ശേഷം നമ്മൾ ചെരുപ്പ് ട്രൈ ചെയ്യാൻ നോക്കി. ചായക്കാണ് കേട്ടോ ചെരുപ്പ് എടുക്കേണ്ടത്. അങ്ങനെ അവിടെ നമ്മളൊരു ചെരുപ്പം സെലക്ട് ചെയ്ത് നമ്മൾ നേരെ